പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് അംശാദായം അടയ്ക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്ന് പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ AC മൊയ്തീൻ MLA പറഞ്ഞു. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിപ്പോ നോർക്ക് അതിനൊരു ശ്രമം തുടങ്ങുകയാണ്. ഞങ്ങളുടെ സമിതി ഈ വിഷയം എടുത്തു. ഇത് എടുക്കാൻ കാരണം നമ്മുടെ ഇവിടുന്ന് ധാരാളം ആളുകൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴാണ് അതിന് ഉത്സാഹി വന്നത്. ഇവരെ പ്രവാസി ലിസ്റ്റിലില്ല, നിർവചനത്തിലില്ല, കേന്ദ്ര ഗവൺമെന്റ് നിർവചനത്തിലില്ല. പ്രവാസി എന്ന് പറയുന്നതിന് ഒരു കേന്ദ്ര നിയമമുണ്ടല്ലോ. ഈ പഠിക്കാൻ പോണ കുട്ടികളില്ല. ആ പ്രശ്നമാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത്. അത് ചർച്ച ചെയ്തപ്പോഴാണ് എത്ര കുട്ടികൾ പോകുന്നുണ്ട്. ഒരു കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ ഇങ്ങനെ വിദ്യാർത്ഥികളെ പഠിക്കാൻ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഏജൻസികളുടെ കയ്യിൽ നിന്ന് ആ വിവരം ശേഖരിക്കാൻ കേരള ഗവൺമെന്റിന് നടപടിയെടുക്കാം. പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസ് മലപ്പുറം ജില്ലയിൽ തുറക്കണമെന്ന പ്രവാസികളുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും എല്ലാ ജില്ലയിലും ഓഫീസ് തുറക്കണമെന്നതാണ് സമിതിയുടെ കാഴ്ചപ്പാടെന്നും AC മൊയ്തീൻ പറഞ്ഞു. പ്രവാസികൾക്ക് വലിയ അംഗീകാരമാണ് ലോക കേരള സഭ എന്ന ആശയത്തിലൂടെ സംസ്ഥാന സർക്കാർ നൽകിയത്. വിദേശ മലയാളികളുടെ എണ്ണം സംബന്ധിച്ച വിവരശേഖരണം കുറ്റമറ്റതാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വിവരശേഖരണം നടത്താമെന്ന പ്രവാസി സംഘടനകളുടെ നിർദ്ദേശം നിയമസഭാ സമിതി പരിഗണിക്കും. പ്രവാസി സംരംഭകർക്ക് ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത്തരം ബാങ്കുകൾക്കെതിരായ പരാതികൾ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയിൽ ഉന്നയിക്കുമെന്നും AC മൊയ്തീൻ പറഞ്ഞു. നിയമസഭാ സമിതി അംഗങ്ങളായ ഡോക്ടർ KT ജലീൽ, ET ടൈസൺ, KS ഉണ്ണികൃഷ്ണൻ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. നിയമസഭാ സെക്രട്ടേറിയറ്റ് നോർക്ക സമിതി അണ്ടർ സെക്രട്ടറി K ആനന്ദ്, അഡീഷണൽ SP ബിജുരാജ്, നോർക്ക റോഡ് സെന്റർ മാനേജർ C രവീന്ദ്രൻ, പ്രവാസി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ S നവാസ്, ജില്ലാ പ്രവാസി പരിഹാര സമിതി കൺവീനർ VK മുരളി എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം, പ്രവാസി ഫെഡറേഷൻ, പ്രവാസി ലീഗ്, പ്രവാസി കോൺഗ്രസ്, ഗൾഫ് മലയാളി കോർഡിനേഷൻ കമ്മിറ്റി, ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമിതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.